ഞാൻ സൂസൻ. വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു ബീഫ് കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് പോവാണ്. അതിൽ നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് വേണ്ടിയ സാധനങ്ങൾ: പൊട്ടറ്റോ ഇത് നല്ലതായിട്ട് പുഴുങ്ങി പൊടിച്ചതാണ്. ഇത് 1/2 കിലോ ബീഫ് ശകലം ഉപ്പിട്ട് വേവിച്ച് അത് മിക്സിക്കകത്ത് വെച്ച് പൊടിച്ച് വെച്ചേക്കുവാണ്. 1/2 കിലോ ബീഫ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ 1/4 കിലോ ഉരുളക്കിഴങ്ങ് മതി. ഇത് ബ്രെഡ് ക്രംസ്, ഇത് മുട്ട അടിച്ച് വെച്ചേക്കുകയാണ്. ഇത് പച്ചമുളക് അരിഞ്ഞ് വെച്ചേക്കുന്നു. നമുക്ക് ആവശ്യമുള്ള എരിയുടെ അത്രയും പച്ചമുളക്, ഇച്ചിരി കരിയാപ്പില ഒന്ന് അരിഞ്ഞ് വെച്ചേക്കുന്നു. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ഉണ്ടാക്കി വെച്ചേക്കുന്നു. ഇത് സവാള ഒരു 1.5 സവാള അരിഞ്ഞ് വെച്ചേക്കുവാണ്. ഇത് കുരുമുളക് പൊടി, ഇത് ഉപ്പ്, ഇത് ഗരം മസാലപ്പൊടി. ഇത്ര ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചു. കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു. ഇതിൻ്റെ അകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളകും കരിയാപ്പിലയും, കൂടി ഇട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റുവാണ്. അതിനുശേഷം അതിൻ്റെ അകത്തോട്ട് നമ്മൾ അരിഞ്ഞ സവാളയും കൂടി ഇടുന്നു. ഇട്ട് നല്ലതായിട്ട് വഴറ്റിയെടുക്കുക. ഈ നമ്മുടെ ബീഫിൻ്റെ അകത്തോട്ടിടണം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കുക. ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് നല്ലതായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കണം. ഇതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിനുള്ള കുരുമുളക്, ആവശ്യത്തിനുള്ള ഉപ്പ്. നമ്മൾ ബീഫ് വെച്ചപ്പോൾ ശകലം ഉപ്പ് ചേർത്താണ്, അതുകൊണ്ട് അതനുസരിച്ച് ഉപ്പ്. കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി 1 സ്പൂൺ. നമ്മളിതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചും വെച്ച് ഗ്യാസ് ഓഫ് ചെയ്തും വെച്ച് ഇതിന് നല്ലതായിട്ടൊന്ന് തണുക്കണം. അതെന്നാറിയോ, ഈ ഡ്രസ്സ് ശേഷം എടുത്ത് ഗ്യാസ് വെച്ച് അതിൻ്റെ അകത്ത് നല്ലതായിട്ട് എണ്ണ ഒഴിച്ച് അത് തിളച്ച് കഴിയുന്നതന്നെ ഈ കട്ട്ലേറ്റ് ഓരോന്നും അതിൻ്റെ അകത്ത് എടുത്തിടണം. ഇടാനുള്ള രക്ഷയില്ല. ഗ്യാസ് ഓഫ് ചെയ്യുക. നല്ലതായിട്ട് മൂത്ത് ഗ്യാസ് ഓഫ് ചെയ്തു. ഇത് ഉരുട്ടി കയ്യെ വെച്ച് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയ ശേഷം ഇത് മുട്ടയ്ക്കകത്ത് മുക്കി, ബ്രെഡ് ക്രംസിൽ മുക്കി നമ്മൾ പ്ലേറ്റിലേക്ക് വെക്കണം. ചൂടാറിയിട്ടുണ്ട്, നമുക്കൊന്ന് കഴിച്ചു നോക്കാം. സൂപ്പർ.